ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. ആദം ഹൗവ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. അബ്രാഹം സാറാ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. ഇസ്ഹാക്ക് റിബ്ക ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. യാക്കോബ് റാഹേൽ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. ബാരക്കുമോ ശുഭഹോലാബോ ലബറോ വൽ റൂഹോ കാദീശോ മെനോലം വാദാമെനോലം ഉൽമീനാവേ. മിസ്രൈമിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. ദൈവമായ കർത്താവേ, പരസ്പരം സമാധാനം കാക്ഷിച്ചുകൊണ്ട് സംയോജിക്കുവാൻ ഇതിന്റെ ദാസരെ നീ നൽവരങ്ങളാലും സമൃദ്ധി കൊണ്ടും നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുവാനും ഇവരെ യോഗ്യരാക്കണമേ. നിൻ ശക്തിയിലര ജന്മോദിക്കും നാഥാ, ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ രക്ഷയിലവനേറ്റം തോഷിക്കും. തന്നഭിലാഷ നീയവനേകി അവനോ നിന്നോടു ജീവനിരന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദീർഘായുസ്സു നീ അവനേകി. ബാരക്കുമോ ശുഭഹോലാബോ ലബ്രോ വൽ റൂഹോ കാദീശോ മെനവോലം വാദാമെനവോലം ഉൽമീനാമേ. തിരുസഭയെ മേൽ സ്വർഗ്ഗത്തിൽ മനോരമിന്ദാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ മേലുയരത്തിൽ നിന്നേറ്റി ശക്തഗണങ്ങൾ ദൂതരിവർക്കെല്ലാം
മേലാക്കി മനസ്സുപരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. നിത്യനായ കർത്താവേ, സ്വർഗീയരും ഭൗമികരും നിന്നെ സ്തുതിക്കുന്നു. നീ അധികാരികൾക്ക് കിരീടം വാഴ്ത്തി നൽകുന്നവനുമാകുന്നു. നീ മോചിക്കുന്നവനാകുന്നുവല്ലോ, നീ മോചിപ്പിക്കപ്പെടുന്നവനുമാകുന്നു. ഒന്നിൽ നീ ബന്ധിക്കുന്നവനും ബന്ധിക്കപ്പെടുന്നവനും മണവാളനെയും മണവാട്ടിയെയും കിരീടം വാഴ്ത്തൽ മൂലം ഒരുമിപ്പിക്കുന്നവനുമാകുന്നു. ഈ ദാസരുടെ കിരീടം വാഴ്വിന്റെ ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ദൈവമായ കർത്താവേ, സകല സ്വർഗീയ സൈന്യങ്ങളും ഭക്തിയാദര പരസ്പരം നിന്നെ മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അജ്ഞായന്മാരുടെ ഗണങ്ങൾ നിന്റെ പ്രാഭവത്തിൽ ഭയചകിതരാവുകയും ചെയ്യുന്ന കർത്താവേ, അവർണ്യമായ നിന്റെ കരുണയുടെയും നിസ്സീമമായ നിന്റെ ദയയുടെയും സമൃദ്ധിയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ നീ സന്തോഷിക്കുന്നു. ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടവ നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. കൃപാദാനങ്ങൾ നീ ഉത്സവനാകുന്നു. ശിക്ഷാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദയയിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ കയാണം നിന്റെ സത്യത്തിൻ കൂടെയാകുവാൻ നിന്നായ പ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന നേർപാതയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഇവർ ആധ്യാത്മിക നന്മരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്ന് അകന്നിരിക്കുവാനും ഇടയാക്കി തീർക്കണമേ. ഇവർ ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന്റെ ദാസ്യത്തിൽ നിന്നോടിയകന്ന് നിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുവാൻ ഇടയാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. മനുഷ്യസ്നേഹിയും നീതിയുടെയും സത്യത്തിന്റെയും മണവാളനുമായ കർത്താവേ, ഈ പ്രാർത്ഥന കരുണാപൂർവ്വം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ഈ ദാസനെ അനുഗ്രഹിക്കണമേ.
കരുണാപൂർണമായി നിന്റെ വലതു കൈ ഇവർക്കുമേൽ ആവശ്യപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വിശുദ്ധ പൗലോസിനെ അർപ്പിക്കുവിൻ. മിശിഹായുടെ ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. എന്നാൽ മിശിഹ തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളവരാക്കി. ഇത് അവളുടെ കരയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണനായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിചയമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെയും അവന്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ബാറക്കുമോ ദൈവത്തിന്റെ ജീവനാചരണങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു തമ്പുരാന്റെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ മറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു തമ്പുരാന്റെ പരസ്യ ജീവിതകാലത്ത് അവിടുന്ന് പ്രകാരം അരുളി ചെയ്തു. ഫരിസേയരുടെ ചെന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏകശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളിച്ചേർത്തുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നതാൻ അരുൾ ചെയ്തു.
നിമിഷത്തിനുള്ളിൽ ഏതാനും സമയം ഇരിക്കാവുന്നതാണ്. ഒരു ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ട കാലമാണിത്. പ്രിയ മകനെ, മകളെ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യയ ശാസ്ത്രങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. വിവാഹത്തിന്റെ പുതിയ നിർവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തെറ്റായിട്ടുള്ള ആശയങ്ങൾ നിങ്ങളെ സ്വാധീനിക്കാതിരിക്കുവാൻ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. സഭ ഏൽപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്വം ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പരസ്പര സ്നേഹബന്ധത്തിൽ ഉരുവാകുന്ന കുഞ്ഞുങ്ങളെ നന്മയിൽ വളർത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ആ ഉത്തരവാദിത്വവും നിങ്ങൾ തിരിച്ചറിയുക. അതിനാൽ പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ പറയുന്നു, മൺപാത്രത്തിലെ നിധിയാണ് ഇത്. മാനുഷികമായ ബലഹീനതകൾ കൊണ്ട്, കുറവുകൾ കൊണ്ട് ഒരുപക്ഷെ മൺപാത്രം നിലത്ത് വീണാൽ പൊട്ടി ഉടഞ്ഞു പോകും എന്ന് പറഞ്ഞതുപോലെ രണ്ടുപേരും പരസ്പരം ചേർത്ത് പിടിച്ച് മൺപാത്രത്തിലെ ഈ നിധി അന്ത്യത്തോളം വിശ്വസ്തയോടെ ചേർത്ത് പിടിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളും കൃപയും സ്വർഗം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി വിവാഹത്തിന്റെ എല്ലാവിധമായ മംഗളങ്ങളും ആശംസകളും നേരുന്നു. സ്നേഹം, ക്ഷമ, സഹകരണം, വിശ്വാസം, ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. ഒത്തുതീർപ്പുകൾ അല്ല. സ്നേഹം, ക്ഷമ, വിശ്വാസം, കരുതൽ, ഇവയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഇടവക കുടുംബത്തിന് മുഴുവൻ മാതൃകയായി തീരുന്നതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. കിരീടങ്ങളും വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. അണിയിക്കും മകുടം രമ്യം നിന്നോടൊപ്പം
വൈദിക നീതിയുടെ കിരീടവും അനശ്വരതയുടെ മോഹനീയ അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, അങ്ങേക്ക് സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ ദൈവം തമ്പുരാൻ നിനക്ക് സംഗതിയാക്കി തീർക്കട്ടെ. മോഹൻ ശ്രീവായുടെ മനുഷ്യ ജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ തന്റെ യഥാർത്ഥ മണവാളത്വത്തിൽ നിങ്ങളെ മുദ്രയിടട്ടെ. മിശിഹ തന്റെ സമയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും
അന്യോന്യം സന്തോഷിക്കുവാനിട നൽകട്ടെ. കരുണയുള്ള തന്റെ വലത്തുകരം നിങ്ങളുടെ മേൽ ആവർത്തിപ്പിച്ച് സകല ഉപദ്രവങ്ങളിലും നിങ്ങളോടുകൂടെ ആയിരിക്കട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് പിശാചിന്റെ ചതിയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. മാരകമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിനും ഇസ്ഹാക്ക് യാക്കോബിനും യാക്കോബ് യോസേഫിനും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ. നീ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളെയും അനുഗ്രഹിച്ചു പുണ്യപ്പെടുത്തുമാറാകട്ടെ. ഹോശോ ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിന്റെയും ശ്രീവായുടെയും വിശുദ്ധ എവങ്കേലിയോന്റെയും ഈ വിശ്വാസി സമൂഹത്തിന്റെയും മുമ്പാകെയാവുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. മനോഗതങ്ങൾ അറിയാത്തവന്റെ അല്ല, അറിയുന്നവന്റെ സന്നിധിയിലത്രേ നിങ്ങൾ നിൽക്കുന്നത്. ദാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായ എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ദൈവജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ പരിശുദ്ധ കന്യകാമറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധരുടെയും പ്രാർത്ഥന മുഖാന്തരം ഈശോ മിശിഹായുടെ വലത്തുകരം നാം എല്ലാവരിലും എപ്പോഴും ആവസിക്കുവാനിടയാകട്ടെ.
വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങളെല്ലാവരോടും ഉള്ളതാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർത്തിക്കണം. സ്വപ്രാണനെ പോലെ അവനവളോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ ഏതോ വിധം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി അവൾ അവന്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഹോശോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് ശേഷം സമാധാനവും വരനും ഇവിടെ വന്ന് വിവാഹരേശത്തിൽ ഒപ്പുവെച്ച ശേഷം പുരോഹിതരോട് കൂടെ നിന്ന് ഒരു ഫോട്ടോയും എടുത്ത ശേഷമാണ് രാജഭാമിനിയും പുകഴ്ച ആത്മീയമായി ശുശ്രൂഷകളോടുകൂടെ സംബന്ധിക്കുന്നതാകട്ടെ. ദൈവം തമ്പുരാനെ ബലഹീനവും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥനകൾ
എങ്കിൽ നിനക്ക് നൃത്തവും സംഭവിക്കില്ല. ദുഷ്ടരുടെ പ്രതിയുള്ള നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യന്തം നീ വാസമുറപ്പിച്ചു. അവിടെ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും. സിംഹത്തെ അണലിയെ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെ സർപ്പത്തെ നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്താൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. ഞാൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. എൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംരക്ഷണനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. എൻ്റെ കർത്താവായ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചെയ്തെടുപ്പാൻ സ്വർഗത്തിന് ദൈവത്തിന് പ്രസാദം തോന്നിയതുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അവരൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ചെടുപ്പാൻ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ഇരുവർക്കും സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഇരു സ്വഭാവത്തിൽ അവരായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് പ്രസാദം തോന്നി അവര് ഒന്നാക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതിനാൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്നു മുതൽ അവർ ഒരുമിച്ച് എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും ഏത് അവരുടെ സാഹചര്യങ്ങളിലും അവരതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ദൈവകൃപ കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുപ്പിരിച്ചവരുടെ അറ്റുപോകത്തില്ല എന്ന് ദൈവവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ മുന്നോട്ട് പോകുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മോൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് മറ്റൊരു ഭവനത്തിൽ നിന്ന് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇന്നു മുതൽ ഈ ഭവനത്തിൽ ജീവിതം ആരംഭിക്കുമ്പോൾ നവോമിയുടെ കയ്പ് മാറ്റിയ രൂത്തിനെ പോലെ കർത്താവ് അനേകരെ മതിരിപ്പിക്കുന്ന ഒരു നല്ല രൂത്തായി ഈ ഭവനത്തിൽ നമ്മൾ വിളങ്ങുവാൻ തക്കോണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം കടന്നിയിൽ നിന്നിടത്തല്ല അനേകരെ മതിരിപ്പിക്കുവാൻ, അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ, അനേകർക്ക് പ്രകാശം പകർന്നു കൊടുക്കുവാൻ തക്കോണം ഇടയാകേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ പ്രിയ മാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. സഹോദരിമാരെയും അവരുടെ കുടുംബങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബന്ധുമിത്രാദികളുടെ തലകളെ വണക്കിയിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഇവിടെ വിവാഹം നടന്നു. എന്നാൽ ഇതൊന്ന് ചൂണ്ടിക്കാണിക്കുന്നു, ഞങ്ങളുടെ ആത്മമണവാളനായ ക്രിസ്തുവിന്റെ വിവാഹ ദിനം അടുത്തിരിക്കുന്നു. ആയതിലേക്ക് ഒരുക്കം പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. സകല മാനവമഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവുന്നു. ഇന്ന് പകൽക്കാലം മുതൽ ഹല്ലേലൂയ പ്രിയ വിവാഹത്തിലേക്ക് പ്രവേശിച്ച പ്രിയ കുഞ്ഞുങ്ങളുടെ കൂടെയും ഈ ഭവനത്തിലുള്ള സകല പ്രിയപ്പെട്ടവരുടെ കൂടെയും ഇപ്പോഴും എപ്പോഴും നീക്കം ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ, ആമേൻ.